നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം. വാവ് വാവ് വാട്ട് എ പെർഫോമൻസ്! ആഴ്സണൽ പൊളിച്ചടുക്കി തന്നെ തുടങ്ങിയിരിക്കുന്നു. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് അവർ കവൻട്രിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഹോ, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സോളിസിൻ്റെ ഒരു പെർഫോമൻസ് ഈ സമ്മറിൽ ആഴ്സണൽ സൈൻ ചെയ്ത ഏറ്റവും മികച്ച സൈനിങ് ആയി അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഒഡേഗാർഡ് തൻ്റെ പ്രൈമിലേക്ക് മടങ്ങിയെത്തുന്ന കാഴ്ച, ലൂയിസ് സ്കെല്ലി മികച്ച മിഡ്ഫീൽഡറാണെന്ന് തെളിയിക്കുന്ന കാഴ്ച, ഡെക്ലാൻ റൈസ് വളരെ മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു, ബെൻ വൈറ്റ് നന്നായിട്ട് ആ ഒരു ഏരിയയിലൂടെ ഓടിക്കയറുന്നു, കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു. എങ്ങനെ നമ്മൾ ഓരോ പൊസിഷൻ എടുത്തു കഴിഞ്ഞാലും വളരെ മികവിൽ തന്നെ ആഴ്സണലിൻ്റെ താരങ്ങൾ കളിക്കുന്നത് കണ്ടു. ഏകപക്ഷീയമായ 3 ഗോളാണ്, 4 5 ഒക്കെ അടിക്കാമായിരുന്നു എന്ന് തോന്നി. കവൻട്രിയെ കൊണ്ട് അത്രയൊക്കെ കഴിയുമായിരുന്നുള്ളൂ. ഒരു 80 മിനിറ്റിനൊക്കെ ശേഷം നടത്തിയൊരു ഹെഡർ നേരെ റയയുടെ നേരെ ചെന്ന്, അതായിരുന്നു അവർക്ക് ലഭിച്ച ഏറ്റവും മികച്ച ഒരവസരം എന്ന് ഞാൻ പറയും. അതിനപ്പുറത്തേക്ക് അവരെ കൊണ്ടൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മത്സരത്തിൽ കായ് ഹവേർട്സും ബുക്കായോ സാക്കയും ഒഡേഗാർഡുമാണ് ആഴ്സണലിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. ഇപ്പം ഇതാ കൊൻസ ആഴ്സണലിലേക്ക് ചേർന്നിരിക്കുന്നു. ബ്രൂണോ ഗുയിമറസ് ഇന്ന് കളിച്ചിട്ടില്ല. നമ്മൾ അതുകൂടി നോക്കണം. ഈ താരങ്ങൾ കൂടിയൊക്കെ വരുമ്പോൾ എന്താകും ആഴ്സണൽ എന്നുള്ളത് നോക്കണം. ആഴ്സണലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സാക്കയും കായ് ഹവേർട്സും സോളിസും ഒക്കെയാണ് ആദ്യ 11 ഇറങ്ങിയത്. മധ്യനിരയിൽ ഒഡേഗാർഡും ഡെക്ലാൻ റൈസും അതുപോലെ ലൂയിസ് കെല്ലിയും ഉണ്ടായിരുന്നു. കളിയുടെ തുടക്കം മുതൽ മുന്നേറ്റങ്ങളാണ് ആഴ്സണലിൻ്റെ ഭാഗത്ത് നിന്ന്. തുടക്കം മുതൽ ഒരു ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ. സാക്കയ്ക്ക് അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 15-ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത്. അതും മികച്ചൊരു നീക്കത്തെ തുടർന്ന് വന്നതാണ്. ഇപ്പം നമുക്കറിയാലോ, കലാഫിയോറി കഴിഞ്ഞ കളിയിൽ നന്നായിട്ട് കളിച്ചു. ഈ കളിയിലും അതുപോലെ തന്നെ അദ്ദേഹം ഓവർലാപ്പ് ചെയ്യുന്നു, മുന്നോട്ട് വരുന്നു. അവിടെ നിന്ന് അദ്ദേഹം കൊടുത്തൊരു ക്രോസാണ് കായ് ഹവേർട്സിൻ്റെ ഫസ്റ്റ് ടൈം ഫിനിഷ്. ഒരു കാര്യം പറയട്ടെ, കായ് ഹവേർട്സ് ഫിറ്റായിട്ട് ഈ സീസണിൽ ഫുൾ ടൈം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബൂട്ടിൽ നിന്ന് കൂടുതൽ ഗോളുകൾ വന്നിരിക്കും. ഗ്യോക്കറസ് അല്ല, കായ് ഹവേർട്സ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഏതായാലും 15-ാമത്തെ മിനിറ്റിൽ ആഴ്സണൽ മുന്നിൽ. വീണ്ടും തുടരെ അവർ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇരു പാർശ്വങ്ങളുടെയും മുന്നേറ്റങ്ങൾ വരുന്നുണ്ട്. 23-ാമത്തെ മിനിറ്റിലാണ് സാക്കയുടെ ഗോൾ. റൈറ്റ് മാൻ അറ്റ് റൈറ്റ് ടൈം എന്നുള്ളതാണ്, റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം എന്നുള്ളതാണ്. കാരണം അത് ആ ഒരു ലോ ക്രോസ് കവൻട്രിയുടെ ഗോൾ കീപ്പർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. ഒരു ടാപ്പിൻ്റെ പോലെ വലയിലേക്ക് അടിക്കുകയാണ് അവിടെ ബുക്കായോ സാക്ക ചെയ്തത്. പക്ഷേ സാക്ക ആ ഗോൾ അർഹിച്ചിരുന്നു. അദ്ദേഹം അത്തരത്തിൽ തന്നെ എഫേർട്ട് ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 2 ഗോളിന് ആഴ്സണൽ മുന്നിലാണ്. 2-ാം പകുതിയിൽ തുടക്കത്തിൽ തന്നെയാണ് ഒഡേഗാർഡിൻ്റെ ഗോൾ പിറക്കുന്നത്. ബെൻ വൈറ്റിൻ്റെ ഒരു ക്രോസിൽ നിന്നാണ് ആ ഒരു ഗോൾ വന്നത്. ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ ഗോൾ കീപ്പർ ആദ്യമേ മറുഭാഗത്തേക്ക് ഡൈവ് ചെയ്യാൻ പോയതിന് ശേഷമാണ് ബോൾ ഇപ്പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം കൈ കൊണ്ടൊന്ന് തട്ടി, പക്ഷേ അത് പൂർണ്ണമായിട്ടും തടഞ്ഞിടാൻ പറ്റിയില്ല. വലയിലേക്ക് തന്നെ കയറി പോവുകയും ചെയ്തു. അതിന് ശേഷവും നിരവധി ആയിട്ടുള്ള നീക്കങ്ങൾ ആഴ്സണൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഡെക്ലാൻ റൈസിനെ പിൻവലിച്ച് സുബിമെൻഡി 68-ാമത്തെ മിനിറ്റിൽ ഇറക്കി. സാക്കയെ പിൻവലിച്ച് നോനി മഡൂക്ക് വന്നു. അപ്പോഴും പക്ഷേ ആഴ്സണൽ അവരുടെ ആ ഒരു ആധിപത്യത്തിനൊട്ടും കുറവുണ്ടായിരുന്നില്ല. സോളിസിനെ പിൻവലിച്ച് ഏസയെ കളിക്കളത്തിലേക്ക് വിട്ടു. ഒഡേഗാർഡിന് പകരം മെറീനോ വന്നു. കലാഫിയോറിക്ക് പകരം പിന്നെ ഹിൻകപ്പിയും വന്നു. പക്ഷേ അവസാന ഘട്ടത്തിലേക്കൊക്കെ പോകുമ്പോൾ കവൻട്രി ചെറിയ രൂപത്തിൽ ചില നീക്കങ്ങളൊക്കെ നടന്നു വരും. പക്ഷേ ആഴ്സണൽ ഒരു കംഫർട്ടബിൾ ലീഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടൊന്നു പിൻവലിഞ്ഞു എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ആ ഒരു ഹെഡർ വരുന്നത്. അത് പക്ഷേ നേരെ ഡേവിഡ് റയയുടെ നേരെ തന്നെ വന്നു. അദ്ദേഹത്തിന് ഈസിലി സേവ് ചെയ്യാനും പറ്റി. എന്തായാലും സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം പുലർത്തിക്കൊണ്ട് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ആഴ്സണൽ ജയിച്ചേറും. ഒരു കാര്യം പറയട്ടെ, ഇതാണ് പ്രവചനസിംഹം. നമ്മൾ ഈ കളിയുടെ പ്രിവ്യൂ ചെയ്ത വീഡിയോ നോക്കുക. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു 3-0 ആഴ്സണൽ ഗംഭീര വിജയം നേടുമെന്ന്. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട് പ്രവചനം? വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.